ഹായ് വെൽക്കം. ഞാൻ ഫിഫ്ത്ത് മോഡ്യൂൾ പറഞ്ഞ് തുടങ്ങിയില്ലേ, അതേ പാറ്റേണിൽ തന്നെയാണ് ഞാനിപ്പോൾ ഫോർത്ത് മോഡ്യൂളും പറഞ്ഞ് തീർക്കുന്നത്. അതായത് ഈ 5 മോഡ്യൂളിൻ്റെ അകത്തും ഏറ്റവും എളുപ്പമുള്ള ഒരു മോഡ്യൂളാണ് ഫോർത്ത് മോഡ്യൂൾ. ഏറ്റവും എളുപ്പമെന്ന് വെച്ചാൽ ഷുവറായിട്ടും നമുക്കത് സെറ്റാക്കാൻ പറ്റുന്ന ഒരു മോഡ്യൂളാണ് ഫോർത്ത് മോഡ്യൂൾ. കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അറിയാം, ഈ ഒരു ചോദ്യം കണ്ടോ, ഈ ഒരു ചോദ്യമായിരിക്കും ജസ്റ്റ് വാല്യൂ മാറ്റിയിട്ടായിരിക്കും പല തവണയും ചോദിച്ചിരിക്കുന്നത്. ഇപ്പം വരെ ഏതാണ്ട് ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉള്ളത്, സിലബസും കൂടെ ചേർത്തിട്ട് 6 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉള്ളത്. ഓക്കെ, സിലബസും കൂടെ ചേർത്തിട്ട് മൊത്തം 6 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉള്ളത്. അപ്പം ഇതെല്ലാം എടുത്ത് നോക്കിയാൽ അറിയാം, ഫോർത്ത് മോഡ്യൂളിൽ നിന്ന് ഓറ് ചോദിച്ചിരിക്കുന്നത്, ഫോർത്ത് മോഡ്യൂളിൽ നിന്ന് പാർട്ട് ബിയിലെ ചോദിച്ചിരിക്കുന്നത് മിക്കപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന എങ്ങനെ എന്ന് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ഫോർത്ത് മോഡ്യൂൾ നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. സിമ്പിളാണ് ഫോർത്ത് മോഡ്യൂൾ. ഈ 5 മോഡ്യൂളിനകത്ത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മോഡ്യൂളാണ് ഫോർത്ത് മോഡ്യൂൾ. ഇപ്പം സെക്കൻഡ് മോഡ്യൂളിനകത്ത് എത്രത്തോളം നമ്മൾ ക്യാം വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് മോഡ്യൂൾ സെറ്റാന്ന് പറയുന്നോ അതേപോലെ ഉള്ളൂ ഇത്. ക്യാമിൻ്റെ അകത്താണെങ്കിലും കുറേ ഉണ്ട്, ഇപ്പോൾ ഓഫ്സെറ്റ് ഉള്ളതുകൊണ്ട് ഓഫ്സെറ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്താണെങ്കിൽ ഈ ഒറ്റ ഒരു ചോദ്യമേ ഉള്ളൂ. ഈ ഒറ്റ ഒരു ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോർത്ത് മോഡ്യൂൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഫോർത്ത് മോഡ്യൂളിൽ ഓർ എ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സാധനം ഞാനിപ്പോൾ കാണിച്ചു തന്നില്ലേ, ആ ഒരു ക്വസ്റ്റ്യൻ. ഓർ ബി എന്ന് പറയുന്നത് നമുക്ക് ഗൈറോസ്കോപ്പ് ആയിരിക്കും ചോദിക്കുന്നത്. ഗൈറോസ്കോപ്പ് എന്ന് പറയുമ്പം ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ആയിരിക്കും ചോദിക്കുന്നത്. ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഓഫ് 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് സീ വെസൽ, ഷിപ്പിനെ പറ്റി ചോദിക്കും. ഷിപ്പ്, പിന്നെ പ്ലെയിന്, പിന്നെ 4 വീലർ, പിന്നെ 2 വീലർ. അതായത് ഇപ്പോൾ ഷിപ്പിനാണെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഷിപ്പിനാണെങ്കിൽ ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെ വരാം, ഇല്ല ലെഫ്റ്റ് ടേൺ ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ്, റൈറ്റ് ടേൺ, അങ്ങനെ കുറച്ചൊരു കോൺസെപ്റ്റ് ഉണ്ട്, കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളും. പ്ലെയിനിനും അതുപോലെ ഉണ്ട്, 4 വീലറിനും അതുപോലെ ഉണ്ട്, 2 വീലർ. അപ്പം ഓരോന്നിൻ്റെയും ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി ആ ഒരു ഇക്വേഷൻസ് കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ഒരു മൈൻഡിൽ കയറ്റിയാലേ നമുക്ക് എന്താണോ ചോദിച്ചിരിക്കുന്നത് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഫോർത്ത് മോഡ്യൂളിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്, ഞാൻ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് അത് ഞാൻ വിട്ടു. അതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ഈ ഒരു സംഭവം, സ്ലൈഡർ ക്രാങ്ക് 4 ബാർ. ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പം ഫിഫ്ത്ത് മോഡ്യൂളിൽ ഞാൻ പറഞ്ഞല്ലോ, ഫിഫ്ത്ത് മോഡ്യൂളിൽ നമ്മൾ ആ 4 ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ ആ ഒരു 4 ക്വസ്റ്റ്യൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും ചോദിച്ചാലും സപ്പോസ് ചോദിക്കത്തുള്ളൂ. അതിനപ്പുറം ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഫോർത്ത് മോഡ്യൂളും. ഇതിൻ്റെ അകത്ത് നമുക്ക് ജസ്റ്റ് 4 ക്വസ്റ്റ്യനേ ഉള്ളൂ. 4 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് മിക്കപ്പോഴും ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ 4 ബാറിനെ കൂടെ പഠിക്കണം. ഞാൻ ആ 4 ക്വസ്റ്റ്യൻ കാണിച്ചു തരാം, പേടിക്കാനൊന്നുമില്ല. ഇത് ജസ്റ്റ് 4 ക്വസ്റ്റ്യൻ ആണ്. ഇത് ഡെമോ ക്വസ്റ്റ്യൻ 1, ഡെമോ ക്വസ്റ്റ്യൻ 2, ഡെമോ ക്വസ്റ്റ്യൻ 3, ഡെമോ ക്വസ്റ്റ്യൻ 4. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇത് വലിയ ഇതായിട്ടിരിക്കുന്ന ഇങ്ങനെ ബോക്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്, പേടിക്കണ്ട. ഇത് ആ പടം വരയ്ക്കാൻ വേണ്ടിയിട്ട് അവർ തന്നിരിക്കുന്ന ബോക്സ് ആണ്. ശരി, എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു 4 ബാർ തരും. 4 ബാർ എന്ന് പറഞ്ഞാൽ ഒരു 4 ബാർ തരും. ഓക്കെ, ഈ 4 ബാർ തന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ ഒരു ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് പറയും. ഒരു ഫോഴ്സ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 40 ഡിഗ്രിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് പറയും. ഇത് ഫിഗർ കാണുമ്പോൾ മനസ്സിലാക്കുമല്ലോ, ഫിസിക്കൽ 120 ന്യൂട്ടൺ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് മാത്രം പറയും. അപ്പം നമ്മൾ എന്താണ് ഇവിടെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ടോർക്ക് കണ്ടുപിടിക്കണം. ഈ സൈഡിലെ ടോർക്ക്, എ ബി എന്ന് പറഞ്ഞ സംഭവത്തിലെ ടോർക്ക് കണ്ടുപിടിക്കണം. ഡയറക്ഷൻ ഒന്നും തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടുപിടിക്കാൻ നേരത്തെ നമുക്ക് ഡയറക്ഷനൊക്കെ കിട്ടും. അത്രേ ഉള്ളൂ. ഇത് 4 ബാറിൻ്റെ ഇതേ സംഭവമാണ് സ്ലൈഡർ ക്രാങ്കിൻ്റെയും. ഒരു സ്ലൈഡർ ക്രാങ്ക് തരും, ഒരു ഫോഴ്സ് തരും. മിക്കപ്പോഴും ഈ സൈഡിൽ ഇങ്ങനെ ആയിരിക്കും ഫോഴ്സ് തരുന്നത്. തന്നിട്ട് ഇത് 20 ന്യൂട്ടനാണ്, 20. ഓക്കെ, ഇങ്ങനെ ഒരു ഫോഴ്സ് തരും, 20 ന്യൂട്ടൺ തരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാല്യൂ തരും. എന്നിട്ട് നമുക്ക് എന്നൊന്ന് കണ്ടുപിടിക്കാൻ പറയും, ഈ ക്രാങ്കിൻ്റെ ഇവിടുത്തെ ഈ ടോർക്ക് കണ്ടുപിടിക്കാൻ പറയും. ഡയറക്ഷൻ തന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ആരോ ഇടാത്തത്. ടോർക്ക് കണ്ടുപിടിക്കാൻ പറയും. അപ്പം നമ്മൾ ഇത് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. സ്ലൈഡർ ക്രാങ്ക് ആയതുകൊണ്ട് ചെറിയൊരു വേറൊരു രീതി, 4 ബാർ ആകുമ്പം അതിൻ്റെ രീതി അങ്ങനെ. അപ്പം ഈ 2 എണ്ണം പഠിച്ചാൽ മതി. അതിനകത്ത് മെയിനായിട്ട് ഇതാണ് മിക്കപ്പോഴും. ഇപ്പോൾ 6 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ 6 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ്. ഓക്കെ, അപ്പം ഇത് പഠിക്കുന്നതിനൊപ്പം ഇതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇത് ആദ്യം ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ബേസ് വെച്ച് നമുക്ക് ഇത് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അത്രേ ഉള്ളൂ. അപ്പം ഇതൊരു ഡെമോ ക്വസ്റ്റ്യൻ 4 ബാറിൻ്റെ സ്ലൈഡർ ക്രാങ്കിൻ്റെ സെയിം ക്വസ്റ്റ്യൻ. ഇനി ഇതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിൽ ചിലപ്പോൾ ചോദിക്കുവാണെങ്കിൽ ഈ ചോദ്യം ചോദിക്കാം. ഇതിപ്പം ഞാനിവിടെ ഒരു അപ്ലൈഡ് ഫോഴ്സ് അല്ലേ ഉള്ളൂ, ഇതിന് അപ്ലൈഡ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. ഇത് ഒരു അപ്ലൈഡ് ഫോഴ്സ് അല്ലേ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഒന്നിൽ കൂടുതൽ അപ്ലൈഡ് ഫോഴ്സ് വന്നാൽ എങ്ങനെ ചെയ്യും, അതാണ് ഈ ചോദ്യം. ഇതിൻ്റെ എക്സ്ട്രീം ലെവൽ. ഇതിനകത്ത് ഒരു അപ്ലൈഡ് ഫോഴ്സ് തന്നിട്ടുള്ളൂ, ഇതിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ അപ്ലൈഡ് ഫോഴ്സ്. അതായത് ടോർക്ക് എല്ലാ സ്ഥലത്തും ഇവിടെ നമ്മളിപ്പോൾ ടോർക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്ലൈഡ് ഫോഴ്സ് ഇതിൻ്റെ അകത്ത് എത്ര തന്നിട്ടുണ്ട്? 3 എണ്ണം തന്നിട്ടുണ്ട്. ഈ സൈഡിൽ ഒരെണ്ണം തന്നിട്ടുണ്ട്, ഈ സൈഡിൽ ഒരെണ്ണം, ടോർക്കിൻ്റെ ഭാഗത്ത് വരണം. അപ്പം അങ്ങനെ ചോദിച്ചാൽ എങ്ങനെ ചെയ്യും? ഇതങ്ങനെ ചോദിക്കാറില്ല, പക്ഷേ നമ്മൾ ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. മറ്റേ ഫിഫ്ത്ത് മോഡ്യൂളിൽ 3ഉം 4ഉം പഠിച്ചു വെക്കുന്ന പോലെ, 3ാമത്തെ ക്വസ്റ്റിനും 4ാമത്തെ ക്വസ്റ്റിനും പഠിച്ചു വെക്കുന്ന പോലെ. ഓക്കെ, ഇനിയിപ്പം അതായത് സ്ലൈഡർ ക്രാങ്കിൻ്റെ ഒന്നിൽ കൂടുതൽ വന്നാൽ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. അതായത് ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്ലൈഡ് ഫോഴ്സ്. അത് ഒന്നിൽ കൂടുതൽ, അതായത് ഇപ്പം ഇവിടെയും ആയിട്ടാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. ഒന്നിൽ കൂടുതലായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യും? അത്രേ ഉള്ളൂ. ഷോർട്ടായിട്ട് പറയുവാണെങ്കിൽ
ഫോർത്ത് മോഡ്യൂളിൽ നിന്ന് ഈ ഒരു കണക്ക് സെറ്റായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ തന്നെ ഇത്രയും നാൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് വെച്ച് ഈ ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം പഠിച്ചിട്ട് പോയാൽ തന്നെ നമുക്ക് സെറ്റായിട്ട് ഫോർത്ത് മോഡ്യൂൾ അറ്റൻഡ് ചെയ്യാം. പിന്നെ ഇത് പഠിക്കുന്നതിനൊപ്പം നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞില്ല, മോമിൻ്റെ അകത്ത് നമുക്ക് എപ്പോഴും 4 ബാർ സ്ലൈഡർ ക്രാങ്ക് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സ്ലൈഡർ ക്രാങ്കിൻ്റെ അകത്ത് ഒരു അപ്ലൈഡ് ഫോഴ്സ് വന്നിട്ട് നമ്മൾ ടോർക്ക് കണ്ടുപിടിക്കണം. അതുപോലെ 4 ബാറിൽ ഒരു അപ്ലൈഡ് ഫോഴ്സ് വന്നിട്ട് ടോർക്ക് കണ്ടുപിടിക്കണം. ഇനിയിപ്പം ഇതിനകത്ത് ഒരു അപ്ലൈഡ് ഫോഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ അപ്ലൈഡ് ഫോഴ്സ് തന്നാൽ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഇത് 4 ബാറിൻ്റെ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് സ്ലൈഡർ ക്രാങ്കിൻ്റെ ഒരു അപ്ലൈഡ് ഫോഴ്സ് എന്നാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ചോദ്യത്തിൽ നിന്ന് പഠിക്കും. ഈ ചോദ്യം തന്നെയായിരിക്കും മിക്കപ്പോഴും ചോദിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചോദ്യം, കാരണം ഇത് മാത്രമേ ഇത്ര നാളായിട്ട് ചോദിച്ചിട്ടുള്ളൂ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനിയിപ്പം സപ്പോസ് ഒരു പക്ഷേ ചോദിക്കുവാണെങ്കിൽ, ഇതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ ചോദിക്കുവാണെങ്കിൽ ചിലപ്പോൾ സ്ലൈഡർ ക്രാങ്കിൽ നിന്ന് ഇത് ചോദിച്ചേക്കാം. ഇതെന്തോന്നാണ്? ഒന്നിൽ കൂടുതൽ അപ്ലൈഡ് ഫോഴ്സ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു 4 ക്വസ്റ്റ്യൻ നമ്മൾ സെറ്റ് ആക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഷുവറായിട്ട് ഫോർത്ത് മോഡ്യൂൾ ഫിഫ്ത്ത് മോഡ്യൂൾ പോലെ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഏറ്റവും മോമിൽ എളുപ്പമുള്ളതും ഷുവറായിട്ട് ചോദിക്കുന്നതും കാണാതെ പഠിച്ചു പോയി എഴുതണമെങ്കിലും ഈ ഒരു ചോദ്യം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ സെറ്റാണ്. ഫോർത്ത് മോഡ്യൂളിലെ 4 ബാറിൽ ടോർക്ക് കണ്ടുപിടിക്കുന്നത്, ഒരു അപ്ലൈഡ് ഫോഴ്സ് വരുമ്പോൾ ടോർക്ക് കണ്ടുപിടിക്കുന്ന ഡെമോ ക്വസ്റ്റ്യൻ. അപ്പം ഇങ്ങനെ ഒരു സംഭവം തന്നിരിക്കും. ഫിഗർ ഒരു സൈഡിൽ ഒരു അപ്ലൈഡ് ഫോഴ്സ് തന്നിരിക്കും, ഇനി ഒരു വശത്ത് ടോർക്ക് ഉണ്ടെന്ന് പറയും. ഡയറക്ഷൻ ഒന്നും അറിയത്തില്ല. അപ്പോൾ ടോർക്കും അതിൻ്റെ ഡയറക്ഷനുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതങ്ങനെ തരാൻ നേരത്ത് തന്നെ നമ്മൾ ഈ ഫോർത്ത് മോഡ്യൂളിൽ ഈ ചോദ്യം ചെയ്യുമ്പം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സ് ഇതൊക്കെയാണ്. ഓക്കെ, ഇതൊക്കെയാണ് ആ സ്റ്റെപ്സ്. എന്തോന്നാണ്? ആദ്യം കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കുക. തന്നിരിക്കുന്നതിനെ അതേപടി കോൺഫിഗറേഷൻ ഡയഗ്രാം തെറ്റാതെ കറക്റ്റായിട്ട് വളവ് ചരിവൊന്നും ഇല്ലാതെ ആംഗിളൊക്കെ കറക്റ്റായിട്ട് വരയ്ക്കുക. അതിനുശേഷം അതിൻ്റെ അകത്ത് ഫോഴ്സ് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിൻ്റെ അകത്ത് മിനിമം ഫോഴ്സ് ആയിട്ടുള്ള ലിങ്കിനെ എടുക്കുക. മിനിമം ഫോഴ്സ് ഉള്ള ലിങ്കിനെ സെലക്ട് ചെയ്തെടുക്കുക. അതായത് ഫിഫ്ത്ത് മോഡ്യൂളിലെ പോലെ ഒരു റിഫറൻസ് ആയിട്ട്, എക്സിനെ റിഫറൻസ് ആയിട്ട് എടുക്കുന്ന പോലെ ഇതിനൊരു റിഫറൻസ് ആയിട്ട് എടുക്കുക, മിനിമം ഫോഴ്സ് ഉള്ളതിന്. എന്നിട്ട് ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് കൊടുക്കുക. നമ്മൾ മിനിമം ഫോഴ്സ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത ആ ലിങ്കിനെ എടുത്ത് പാരലൽ വരയ്ക്കുക. ആ വരയ്ക്കുന്ന മെഷർ ചെയ്ത് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ആ പേരും അതിൻ്റെ ഫോഴ്സും അടയാളപ്പെടുത്തിയേക്കുക. ആ സെഗ്മെൻറ്റ് കഴിഞ്ഞു. അതിനുശേഷം എന്തോന്നാണ്? അടുത്തയിലേക്ക് വരിക. അടുത്തയിലേക്ക് നമ്മൾ ഏത് കൈയിലേക്ക് വരും? നമ്മൾ അപ്ലൈഡ് ഫോഴ്സിലേക്ക് വരും. അപ്ലൈഡ് ഫോഴ്സിനെടുത്ത് വരയ്ക്കുക. മെഷർ ചെയ്ത് വേണം വരയ്ക്കാനായിട്ട്. വരച്ചതിന് ശേഷം നമ്മൾ റിഫറൻസിനെ എടുത്ത് മണ്ടയ്ക്ക് ഇങ്ങനെ കൊടുക്കാൻ നേരത്ത് ഈ റിഫറൻസ് എന്ന് പറയുന്ന സാധനം ഈ ഫോഴ്സുമായിട്ട് മുട്ടും. ആ പോയിന്റും കൂടെ മുട്ടിക്കുക. മിച്ചമുള്ള ഇപ്പുറത്തേക്ക് മുട്ടിക്കുക. ഓൾറെഡി നമ്മളിവിടെ പേര് കൊടുത്തു വെച്ചിട്ടുള്ളൂ. അപ്പോൾ ആ പേരിനെ ആ ഫോഴ്സ് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കുക. ഇതാണ് അതിൻ്റെ ഫോഴ്സ്, ഇതാണ് ഫോഴ്സ്. അതിൻ്റെ ഡയറക്ഷൻ കിട്ടി. അതിനുശേഷം എന്താണ്? വെക്റ്റർ ഡയഗ്രാം വരയ്ക്കുക. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, വെക്റ്റർ ഡയഗ്രാം. കിട്ടിയ നമുക്കറിയാവുന്ന ഫോഴ്സിനെ സ്കെയിൽ ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് ബാക്കിയുള്ള രണ്ടിൻ്റെയും ഡയറക്ഷൻ അറിയാമല്ലോ, അത് റോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂസും കിട്ടും. അത് നമുക്ക് അളന്നിട്ട് നമ്മൾ സ്കെയിൽ എടുത്തതുമായിട്ട് നമ്മൾ ഇൻറ്റു ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് ഫോഴ്സ് എത്ര ന്യൂട്ടൺ എന്നുള്ളത് കിട്ടും. അതിനുശേഷം എന്തോന്ന് ചെയ്യുക? മിനിമം ഫോഴ്സിൻ്റെ ഇത് കഴിഞ്ഞു, അപ്ലൈഡ് ഫോഴ്സിൻ്റെ കഴിഞ്ഞു. ഇനി മിച്ചമുള്ള ലിങ്ക് എന്ന് പറയുന്നത് ഫിക്സഡും ഫിക്സഡ് നമ്മളെ കളിക്കൂട്ടത്തിൽ നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു. ഫിക്സഡിന് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ഇതില്ലാത്ത രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പോൾ മിച്ചമുള്ളത് ടോർക്കിൻ്റെ സൈഡും ആ ഒരു വശത്തിനെ അളന്നെടുക്കുക. റിഫറൻസ് കൊണ്ട് മണ്ടയ്ക്കും താഴെയും സെയിം ആയിട്ട് പാരലൽ വരയ്ക്കുക. എന്നിട്ട് മണ്ടയ്ക്കുള്ള ഈ ഒരു ലൈനിൽ നിന്ന് പെർപെൻഡിക്കുലറായിട്ട് എടുത്തു കഴിയുമ്പോഴത്തേക്കും പെർപെൻഡിക്കുലർ നോക്കി കഴിയുമ്പോഴത്തേക്കും ഈ H എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കിട്ടും. ഇവിടെ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്. ഇത് പെർപെൻഡിക്കുലർ ലൈനാണ്. ഈ ലൈനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ്. അപ്പോൾ അത് കിട്ടും. അത് എടുക്കുന്നത് സെൻറ്റിമീറ്റർ ആണോ MM ആണോ ഏതിലെടുത്താലും കുഴപ്പമില്ല. പക്ഷെ അത് നമ്മൾ എടുത്ത് എഴുതാൻ നേരത്ത് മീറ്ററിലേക്കായിട്ട് മാറ്റിക്കോണം. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ /100, മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് ആകണമെങ്കിൽ /1000. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മൾ എന്തോന്ന് ചെയ്യുന്നു? നമ്മൾ എന്നാ പറയുന്നത്, ഇതിൻ്റെ പേര് ഇവിടെ നമ്മൾ കൊടുത്തല്ലോ. ഇനിയിപ്പം നമ്മൾ ഈ വെക്റ്റർ ഡയഗ്രാം വെച്ചിട്ട് അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ നോക്കുന്നു. ഡയറക്ഷൻ നോക്കിയതിന് ശേഷം അപ്പോൾ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണോ എന്ന് മനസ്സിലാവും. അതും അതിൻ്റെ അകത്ത് അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം അടുത്തയിലേക്ക് അവസാനത്തെ സ്റ്റേജ്, 6th സ്റ്റേജ്, കപ്പിൾ ആൻഡ് ടോർക്ക്. കപ്പിൾ = F/H. F എന്ന് പറയുന്നത് F32 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതും സെയിം ആണ്. അപ്പോൾ ഇങ്ങോട്ട് പാസ്സാവും. ഇതും കൂടെ സെയിം ആണ്, ഇവിടുത്തെ ഫോഴ്സ് ഇങ്ങോട്ട് പാസ്സാവും. ഇതും കൂടെ സെയിം ആണ്, ഇവിടുത്തെ ഫോഴ്സ് ഇങ്ങോട്ട് പാസ്സാവും. അപ്പോൾ അങ്ങനെ F32 = F34. ഓക്കെ, അങ്ങനെയാണ് കിട്ടിയത്. 51.019 മീറ്റർ H ചെയ്തപ്പോഴത്തേക്കും കിട്ടി. കപ്പിളിൻ്റെ സെയിം മാഗ്നിറ്റ്യൂഡാണ് ടോർക്കിന്, പക്ഷേ ഡയറക്ഷൻ മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ. കപ്പിൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ടോർക്ക് കൗണ്ടർ ക്ലോക്ക് വൈസ്, കപ്പിൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ടോർക്ക് ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കൗണ്ടർ ക്ലോക്ക് വൈസാണ് കപ്പിള്.
അപ്പോൾ ടോർക്ക് എടുത്ത് എഴുതുമ്പോൾ എന്തെന്ന് എഴുതണം, ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞ് എഴുതണം, അത്രേ ഉള്ളൂ. അപ്പം ഈ ഒരു സംഭവം, ഈ ഒരു 6 സ്റ്റെപ്പിനെ മൈൻഡിൽ കയറ്റുക. ഇത് സെറ്റായി കഴിഞ്ഞാൽ പക്ക. കോൺഫിഗറേഷൻ ഡയഗ്രാം, പിന്നെ മാർക്ക് ഫോഴ്സ്, അതിൻ്റെ അകത്തുനിന്ന് മിനിമം ഫോഴ്സിനെ സെലക്ട് ചെയ്യുക, ഫ്രീ ബോഡി ഡയഗ്രാം, അതിൻ്റെ അകത്ത് മിനിമം ഫോഴ്സ് വരയ്ക്കുക, അപ്ലൈഡ് ഫോഴ്സ് വരയ്ക്കുക. അതിനുശേഷം വെക്റ്റർ ഡയഗ്രാം സ്കെയിൽ എടുത്ത് വരയ്ക്കുക. പിന്നെ ടോർക്കിൻ്റെ ലിങ്ക് ഏതാണോ ആ ലിങ്കിനെ എടുത്ത് വരയ്ക്കുക. അതിനുശേഷം കപ്പിൾ ആൻഡ് ടോർക്ക് കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ഞാൻ കോൺഫിഗറേഷൻ ഡയഗ്രാം സെറ്റായിട്ട് വരച്ചു. വരയ്ക്കാൻ നേരത്ത് ഈ ആംഗിൾ എടുക്കേണ്ടത് നമ്മൾ സെപ്പറേറ്റ് വരച്ചിട്ടാണ് ഇതിലേക്ക് കൊണ്ടുപോകേണ്ടത്. കറക്റ്റ് മുട്ടിക്കുന്ന പോയിന്റ് അവർ ഡയമെൻഷൻ തന്നിട്ടുണ്ട്, ഇത്ര ഇതിൽ വേണം മുട്ടിക്കാൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ തന്നെ കറക്റ്റായിട്ടും നമ്മൾ കൊടുത്താൽ അതിങ്ങനെ ഈ കോൺഫിഗറേഷൻ ഡയഗ്രാം കഴിഞ്ഞു. പിന്നെ BC ആണ് ഇതിനകത്ത് മിനിമം കൺസ്ട്രെയിൻറ്റ്. പിന്നെ ഇത് ഞാൻ പേര് കൊടുക്കുന്നത് എങ്ങനെയാണ്, അയൽവക്കത്തെ ആളുടെ നോക്കിയിട്ട് നമ്മുടെ, അല്ലെങ്കിൽ അഡ്ജസൻറ്റ് നോക്കിയിട്ട് നമ്മുടെ. ഓക്കെ, അപ്പോൾ ഇവിടെ 1, 2 ഉണ്ടെങ്കിൽ 1 എഴുതിയിട്ട് 2, ഇവിടെ 2, 3 ഉണ്ടെങ്കിൽ 3 എഴുതിയിട്ട് 2. 4 പറഞ്ഞ് ഇങ്ങനെയാണ് രീതി, ഇങ്ങനെയാണ് ചോദിക്കത്തുള്ളൂ. അതിനുശേഷം ഫ്രീ ബോഡി ഡയഗ്രാം എടുത്ത് വരച്ച് ഈ റെഫറൻസ് പോലത്തെ ഈ സാധനത്തിന് നമ്മൾ ആദ്യമേ കാണിച്ചു, മിനിമം കൺസ്ട്രെയിൻറ്റ് ഇതാന്ന് പറഞ്ഞ് കാണിച്ചു. അതിനുശേഷം എന്തോന്ന് ചെയ്തു, നമ്മൾ അപ്ലൈഡ് ഫോഴ്സിലേക്ക് വന്നു. അതിനടുത്ത് ഞാൻ മെഷർ ചെയ്ത് വരച്ചു. മെഷർ ചെയ്ത് വരച്ചെന്ന് വെച്ചാൽ ഈ ഒരു ലിങ്കിനെ മാത്രം നമ്മൾ മെഷർ ചെയ്ത് വരയ്ക്കുക, പോയിന്റ് കട്ട് എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഫോഴ്സിനെ പാരൽ എടുത്ത് വെച്ച് വരച്ചു. ലൈൻ ഓഫ് ആക്ഷൻ മീറ്റ് ചെയ്തു ഇതിൻ്റെ, എന്നിട്ട് ഇതും കൂടെ ഞാൻ ജോയിൻ ചെയ്തു. അങ്ങനെ എനിക്ക് ഈ ഒരു ഇതിൻ്റെ ഡയറക്ഷൻ കിട്ടി. ഇനി അത് വെച്ച് ഞാൻ വെക്റ്റർ ഡയഗ്രാം വരച്ചു. വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ്. വെക്റ്റർ എന്ന് പറഞ്ഞാൽ മൈൻഡിൽ വരണം ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് ഞാൻ വരയ്ക്കാൻ നേരത്ത് 120 ഞാൻ സ്കെയിൽ ചെയ്തു, 30 സ്കെയിൽ ചെയ്തു. അപ്പോൾ എത്രയാണ് സെൻറ്റിമീറ്റർ അതിൻ്റെ റെസ്പെക്റ്റീവായിട്ട് ഞാൻ എടുത്ത് വരച്ചു. ബാക്കി F34 F14 ഇങ്ങനെ റോൾ ചെയ്ത് വരച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തോന്ന് കിട്ടി, ഇതിൻ്റെ മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വാല്യൂസ് കിട്ടി. സെൻറ്റിമീറ്റർ കിട്ടുന്നതിന് തിരിച്ച് നമ്മൾ ഈ സ്കെയിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അത് കൺവേർട്ട് ആവും എത്ര ന്യൂട്ടനാണെന്നുള്ളത്. അപ്പോൾ അതും കഴിഞ്ഞു. അതിനുശേഷം അടുത്ത ഫൈനൽ സ്റ്റേജ് തന്നെ ടോർക്കിൻ്റെ ലിങ്ക് എടുക്കുക. ടോർക്കിൻ്റെ ലിങ്ക് എടുത്ത് വരച്ചു. റെഫറൻസ് കൊണ്ട് തന്നെ മണ്ടയ്ക്കും താഴെയും പാരൽ വരച്ചു. എന്നിട്ട് ആ പാരൽ വരച്ച ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് 90 ഡിഗ്രി എടുത്ത് വരയ്ക്കാൻ നേരത്ത് H കിട്ടും. അത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ മീറ്ററിലേക്ക് എടുക്കുക. എങ്ങനെയാണ് മീറ്ററിൽ അതിൻ്റെ വാല്യൂ എടുക്കുക. പിന്നെ ഡയറക്ഷൻ നോക്കുക, F32 ഇത് F12. അപ്പം ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ വരും, ഇത് വെച്ചിട്ട് നോക്കുക. ഏത് വെക്റ്റർ ഡയഗ്രാം വെച്ചിട്ട് നോക്കുക. വെക്റ്റർ ഡയഗ്രാം വെച്ചിട്ട് വേണം ഇതിൻ്റെ ഡയറക്ഷൻ നോക്കാൻ. F3 മണ്ടക്കോട്ട്, ഇതിങ്ങനെ മണ്ടക്കോട്ടാണെങ്കിൽ ഇതിങ്ങോട്ട്, ഇത് ഇങ്ങോട്ടാണെങ്കിൽ ഇതിങ്ങോട്ട്. അപ്പം ഇതിങ്ങനെ വരും എന്ന് പറഞ്ഞ് നമുക്ക് മൈൻഡിൽ കിട്ടും, ഈ സാധനം കിട്ടും. അപ്പം ഇത് ഇങ്ങോട്ടാണെന്ന് കിട്ടുവാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇത്. സപ്പോസ് ഇത് ഇങ്ങോട്ടാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇത്, ഇങ്ങനെ വരും. ഓക്കെ, ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ കറക്കുമ്പോൾ ക്ലോക്ക് വൈസിൽ, കൗണ്ടർ ക്ലോക്ക് വൈസിൽ കറങ്ങും. അതേസമയം ഇങ്ങനെയാണെങ്കിലോ ഇതിങ്ങനെ ക്ലോക്ക് വൈസിൽ ഇങ്ങനെ കറങ്ങിയാണ്. ഓക്കെ, ശരി. അപ്പം അത്രേ ഉള്ളൂ. ടോർക്ക് F/H ആണ്. F32 ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ലിങ്കിൻ്റെ നോക്കുക, അവസാനം എടുത്തിരിക്കുന്ന ടോർക്കിൻ്റെ ലിങ്ക്. അപ്പോൾ F32 × H. അതുപോലെ തന്നെ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും ടോർക്ക്. അത്രേ ഉള്ളൂ. സ്ലൈഡർ ക്രാങ്കിൻ്റെ ചോദ്യം ഇതാണ്. പലതവണ എന്ന് വെച്ചാൽ 6 തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ 6 തവണയും ചോദിച്ചിട്ടുള്ളത് ഇതാണ്. ഇതിനങ്ങനെ പഠിച്ചുകൊണ്ട് പോവുകയോ അങ്ങനെ കൊണ്ട് ഒപ്പിച്ച് വെച്ചാൽ തന്നെയും നമുക്ക് അതിന് ഫുൾ മാർക്ക് കിട്ടും. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം 4th മോഡ്യൂളിൽ നിന്ന് ടോർക്ക് കണ്ടുപിടിക്കാനാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റെപ്പ്. കോൺഫിഗറേഷൻ ഡയഗ്രാം, അതിൻ്റെ അത് ഫോഴ്സ് മാർക്ക് ചെയ്യുക, അതിൻ്റെ അത് മിനിമം ഫോഴ്സിനെ സെലക്ട് ചെയ്യുക, ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ആദ്യം ഏത് വരയ്ക്കണം, മിനിമം ഫോഴ്സിനെ വരയ്ക്കണം, സെലക്ട് ചെയ്ത് വെച്ചിനെടുത്ത് വരയ്ക്കുക. അതിനുശേഷം അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും ഫോഴ്സ് നിൽക്കുന്നത്, അപ്പോൾ അതിനെടുത്ത് വരയ്ക്കുക. പിന്നെ അപ്ലൈഡ് ഫോഴ്സ് വരച്ചത് വെച്ചിട്ട് വെക്റ്റർ ഡയഗ്രാം വരയ്ക്കുക. ഫോഴ്സ് ഉണ്ടല്ലോ, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെക്റ്റർ, അങ്ങനെ വിചാരിക്കുക. വെക്റ്റർ ഡയഗ്രാം വരയ്ക്കുക. അതിനുശേഷം അതെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം ടോർക്ക് ഏത് ലിങ്കിലാണോ തന്നിരിക്കുന്നത് ആ ടോർക്കുള്ള ലിങ്ക് എടുക്കുക, അതിനെ വരയ്ക്കുക. എന്നിട്ട് അത് വെച്ച് ചെയ്യാൻ നേരത്ത് കപ്പിൾ ആൻഡ് ടോർക്ക് കിട്ടും. ശരി, അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രൊസീജിയറായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം, ആദ്യം കിട്ടുമ്പോൾ തന്നെ കോൺഫിഗറേഷൻ ഡയഗ്രാം വരച്ചു. 50 mm എടുത്തിട്ടാണ് 1 cm 50 mm എന്നുള്ള രീതിയിലാണ് ഞാൻ വരച്ചത്. അപ്പോഴത്തേക്കും ഇതിങ്ങനെ വരച്ചു. സ്ലൈഡർ ക്രാങ്കിന് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അതിൻ്റെ മണ്ടയ്ക്കത്തെ പുല്ലും ഇതെല്ലാം നമ്മൾ വരയ്ക്കുന്നു. ഫോഴ്സെല്ലാം അടയാളപ്പെടുത്തുന്നു. ഓക്കെ, എല്ലാ ഡയമെൻഷൻസ് എല്ലാം അടയാളപ്പെടുത്തി. ഈ ഒരു ഇത് കൊടുത്ത് റിങ് കൊടുത്ത് ഫിക്സഡാണെന്നും കൊടുത്തു, അതും ഓക്കെ. ഇത് O ആണ് കൊടുക്കേണ്ടത്, A B അങ്ങനെയും കൊടുത്തു. പിന്നെ ഫോഴ്സ് അടയാളപ്പെടുത്താൻ 1 2 3 ഇതിനെ 4 കൺസിഡർ ചെയ്തു. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. പക്ഷേ ആക്ച്വലി ഇത് നമ്മളൊരു 4th ലിങ്കായിട്ട് കൺസിഡർ ചെയ്യണം. ഈ പോയിൻ്റാണ് ഈ ഒരു കൺസിഡറേഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ. ഇനിയിപ്പോൾ അതിന് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ നേരത്ത് മിനിമം കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ് ഉള്ളതിനെടുത്ത് വരച്ചു. അതിങ്ങനെ വരച്ചിട്ട് കാണിച്ചു, ഇതാണ് സംഭവം, ഇത് വെച്ചിട്ടാണ് ഞാൻ റെഫറൻസ് പോലെ എടുക്കുന്നത് എന്നുള്ള രീതിയിൽ ആദ്യം വരച്ച് കാണിച്ചു. സ്കെയിൽ അളന്ന് തന്നെ വരയ്ക്കുക. ഇവിടെ 9 cm എടുത്ത് 9 cm എടുത്ത് തന്നെ വരച്ചേക്കുക. പിന്നെ അതിനുശേഷം എന്തൊന്ന് ചെയ്യുക, ഫോഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെ വരയ്ക്കുക. ഈ പോയിന്റിൽ വെച്ച് അടുത്ത് 3 4 വരയ്ക്കുക. അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലറാണ് F14. ഇവിടെ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ആ പെർപെൻഡിക്കുലർ ഇങ്ങനെ കാണിച്ചത്. ഇത് ഇവിടെ കാണിക്കണമെന്നില്ല, ഇവിടെ വരച്ചിരുന്നാലും മതി, എങ്ങനെയാണെങ്കിലും ഓക്കെയാണ്. ഇത് 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇത് 90 ഡിഗ്രിയാണ്. ഇത് ഞാനിങ്ങനെ മെഷർ ചെയ്താണ് വരച്ചത്, അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് വരച്ചു.
അതിനുശേഷം എന്തോന്നാണ്, അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും ഡയറക്ഷൻ കിട്ടി. F34 കിട്ടി, 14 കിട്ടി, ഇതിൻ്റെയും കിട്ടി. ഇനിയിപ്പോൾ എഫിൻ്റെ നമുക്ക് ഡയറക്ഷൻ അറിയാം, മാഗ്നിറ്റ്യൂഡ് അറിയാം. വെക്ടർ ഡയഗ്രാം വരയ്ക്കുക. ഞാൻ 5 ന്യൂട്ടൺ നിർത്തും. അപ്പോൾ എനിക്ക് 4 സെൻറ്റിമീറ്ററിൽ ഇത് കാര്യം വരയ്ക്കാൻ പറ്റും. 4 സെൻറ്റിമീറ്റർ എടുത്ത് പാരൽ വെച്ച് വരച്ചു. എൻ്റെ ബാക്കി 2 ഡയറക്ഷനെയും റോൾ ചെയ്ത് വരച്ച് കഴിഞ്ഞപ്പം സംഭവങ്ങൾ കിട്ടി. ആ മെഷർ ചെയ്യുക, ഇൻറ്റു സ്കെയിൽ ചെയ്യുക. അങ്ങനെ എനിക്ക് അതിൻ്റെ ഫോഴ്സും കിട്ടി. ഇനിയിപ്പം അതും കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തോന്നാണ്, ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ ടോർക്കിൻ്റെ ലിങ്ക് എടുക്കുക. ടോർക്കിൻ്റെ ലിങ്ക് എന്ന് പറയുമ്പോൾ ക്രാങ്ക് OA അതിനടുത്ത് അങ്ങനെ വരച്ചു. എന്നിട്ട് റിഫറൻസ് ഉള്ള ഈ സംഭവത്തിനടുത്ത് മണ്ടയ്ക്കും താഴെയും പാരൽ കൊടുത്തു. ഈ റെഫറൻസ് കൊടുത്ത് അവിടെ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ H is equal to എനിക്ക് 1.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അത് തന്നെ ഞാൻ മീറ്ററിലേക്ക് എടുത്തു. മീറ്ററിലേക്ക് കൺവേർട്ടാക്കി തന്നെ എഴുതി വെച്ചു. അതിനുശേഷം എന്തോന്ന് ചെയ്തു, ഡയറക്ഷൻ നോക്കി. ഡയറക്ഷൻ അല്ല, F/H ആണ്. അപ്പോൾ F/H ഞാൻ F32, ഇത് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ, ഇതിങ്ങനെയായിരിക്കും വരുന്നത്. ഇങ്ങനെ വരാൻ ഇവിടെ വഴിയില്ല, ഇത് ഫിക്സഡ് ആണ്. അപ്പോൾ F34 F32 ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എഴുതിയിട്ട് അതങ്ങനെ എഴുതി. അപ്പോൾ എനിക്ക് സംഭവം കിട്ടി. ഇനി ഏത് ഡയറക്ഷനാണെന്ന് നോക്കണം. അപ്പം F32 എന്ന് പറയുന്നത് 34 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് നോക്കി. അപ്പോൾ ഇതിങ്ങനെ പൊക്കും, ഇതിങ്ങനെ വരും, ഇതിങ്ങനെ വരും. അപ്പം ഈ ഒരു ഡയറക്ഷൻ വിട്ടു എന്നുള്ള രീതിയിൽ കിട്ടി, ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് എഴുതി. അപ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ടോർക്ക് ക്ലോക്ക് വൈസ് ആണ്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഈ ഒരു ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, പേടിക്കണ്ട. അത് സപ്പോസ് തെറ്റിപ്പോയാലും കുഴപ്പമില്ല. ക്ലോക്ക് വൈസ് എന്നുള്ളത് അങ്ങനെ മാറും എന്നുള്ളതല്ലേ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ളതിനെല്ലാം മാർക്ക് കിട്ടും. അപ്പം 4th മൊഡ്യൂൾ ഇങ്ങനെയാണ്. അത്രേ ഉള്ളൂ. മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ, മീറ്റർ, പിന്നെ കിലോമീറ്റർ. ഓക്കെ, മീറ്ററിന് കിലോമീറ്റർ ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 1000. നമ്മളെപ്പോഴും യൂണിറ്റ് കൂട്ടാനാണെങ്കിൽ ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. അല്ല, ഡിവൈഡാണ് ചെയ്യേണ്ടത്. അതേസമയം കുറയ്ക്കാനാണെങ്കിൽ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. കിലോമീറ്റർ ഉള്ള ഒരു സാധനത്തിന് മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ അത് ഇൻറ്റു ചെയ്യണം. ഓക്കെ, ഇതിപ്പോൾ ഇൻറ്റു 1000. ഓക്കെ, ഇനിയിപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലാക്കണമെങ്കിലോ ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. മീറ്ററിനെ സെൻറ്റിമീറ്ററിലാക്കണമെങ്കിലോ ഇൻറ്റു 100 ചെയ്യണം. മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലാക്കണമെങ്കിലോ എത്ര വരും? ഡിവൈഡഡ് ബൈ 10 ചെയ്യണം. തിരിച്ചാണെങ്കിലോ ഇൻറ്റു 10 ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ കിലോ ന്യൂട്ടൺ ആണെങ്കിലും ഇതാണെങ്കിലും. ഇപ്പോൾ സപ്പോസ് ഇവിടെ ഒരു 2 കിലോ ന്യൂട്ടണാണ് തന്നിരിക്കുന്നതെന്ന് നോക്കുക. 2 കിലോ ന്യൂട്ടണാണ് തന്നിരുന്നെങ്കിൽ 2 കിലോ ന്യൂട്ടൺ ആണെങ്കിൽ എങ്ങനെ എടുക്കും? 2 കിലോ ന്യൂട്ടൺ ആണ് തന്നിരിക്കുന്നത്, അതിന് ന്യൂട്ടണിലേക്ക് ആക്കണമെങ്കിൽ ഇൻറ്റു 1000. അപ്പം 2 × 1000 എന്ന് പറയുന്നത് എത്ര വരും? 2000 ന്യൂട്ടൺ എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഇനി ഒരു ചെറിയ ഇത് ന്യൂട്ടൺ, കിലോ ന്യൂട്ടൺ സെൻറ്റിമീറ്റർ, 4 കിലോ ന്യൂട്ടൺ സെൻറ്റിമീറ്റർ എന്നാണ് കിടക്കുന്നത്. ഇതിനെ എനിക്ക് ന്യൂട്ടൺ മീറ്ററിലേക്ക് മാറ്റണം. അപ്പം ഏതാണ് നമ്പർ തന്നിരിക്കുന്നത്, ഏത് നമ്പറാണോ തന്നിരിക്കുന്നത് അതിനെ നമ്മൾ ഗുണിച്ചാൽ മതി, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ അത് നോക്കാം. 4നെ ഞാൻ പൊത്തിപ്പിടിക്കും. കിലോ ന്യൂട്ടണിനെ മാത്രം വിചാരിക്കുക. കിലോ ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ ഇതിനെ ന്യൂട്ടണിലേക്കാണ് എനിക്ക് ആക്കേണ്ടത്. ന്യൂട്ടണിലേക്കാണ് ആക്കേണ്ടത്. കിലോ ന്യൂട്ടണിലേക്ക് ആക്കണമെങ്കിൽ ഇൻറ്റു 1000 ചെയ്യണം. ഇൻറ്റു 1000. അപ്പം ഞാൻ ഇൻറ്റു 1000 എഴുതി. ഏത്? ഈ നമ്പറിനെ ഇൻറ്റു 1000. ഓക്കെ, ഈ നമ്പറിനെ എടുത്ത് എഴുതി. കിലോ ന്യൂട്ടണിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റു 1000. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കണമെങ്കിലോ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 100. ഡിവൈഡഡ് ബൈ 100 കൊടുക്കുക. അപ്പോൾ 4 ഇപ്പോൾ എങ്ങനെ വരും? ഇത് 4 × 1000 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞ് വരും. അപ്പം 40 ന്യൂട്ടൺ മീറ്റർ. ഇത്രേ ഉള്ളൂ. ഏതൊരു യൂണിറ്റിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു യൂണിറ്റിനെ സെഗ്മെന്റ് ആയിട്ട് എടുക്കുക. എന്നിട്ട് എന്നാ ചെയ്യണം എന്നുള്ളത് ആലോചിക്കുക. അങ്ങനെ ചെയ്യും. 4th മോഡ്യൂളിൻ്റെ ഈ 4 ബാറിൻ്റെ നമുക്കെപ്പോഴും 4th മോഡ്യൂളിൽ നിന്ന് ടോർക്കും അതിൻ്റെ ഡയറക്ഷനും കണ്ടുപിടിക്കാനായിരിക്കും ചോദ്യം. അപ്പോൾ 4 ബാറിൻ്റെ ഒന്നിൽ കൂടുതൽ ഫോഴ്സ് വന്നാലുള്ള കണക്കാണ് ഇത്. 4 ബാറിൻ്റെ ഒന്നിൽ കൂടുതൽ അപ്ലൈഡ് ഫോഴ്സ് വന്നാലുള്ള കണക്കാണ് ഇത്. അപ്പോൾ ഇതിങ്ങനെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യം കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കുക. വരച്ചിട്ട് എല്ലാം മാർക്ക് ചെയ്തു. ഫോഴ്സസ് എല്ലാം നമ്മുടെ സ്റ്റെപ്പിൽ തന്നിരിക്കുന്ന പോലെ ഫോഴ്സസ് എല്ലാം നമ്മളാദ്യം മാർക്ക് ചെയ്തു. എല്ലാം കൊടുത്തു. ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്കിപ്പോൾ 3 ഫോഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ 3 സബ് പ്രോബ്ലമായിട്ട് കൺസിഡർ ചെയ്യണം. 3 ഫോഴ്സസ് ആണ് തന്നിരിക്കുന്നത്. അപ്പം 3 സബ് പ്രോബ്ലമായിട്ട് കൺസിഡർ ചെയ്യണം. കൺസിഡർ ചെയ്തിട്ട്, അതായത് ആദ്യത്തെ കണക്ക് ചെയ്യാൻ നേരത്ത് ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക, ഇത് 2 ഇല്ല എന്ന് വിചാരിക്കുക, ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. എന്നിട്ട് കണക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് ടോർക്ക് കിട്ടുമല്ലോ. നമ്മൾ നോർമലി അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ അത് കണ്ടുപിടിച്ച് അത് വെക്കുക. ടോർക്ക് 1 എന്ന് പറഞ്ഞ് അത് വെക്കുക. എന്നിട്ട് സബ് പ്രോബ്ലം 2 എന്ന് പറഞ്ഞെടുത്തിട്ട്
ഇതും ഇല്ല എന്ന് വിചാരിക്കുക, ഇതും ഉണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് കണക്ക് ചെയ്യുക. അപ്പം ടോർക്ക് കിട്ടുമല്ലോ. അതിനെ T2 എന്ന് പറഞ്ഞെടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് മൂന്നാമത്തെ കണക്ക് ഇതും ഇല്ല എന്ന് വിചാരിക്കുക, ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് കണക്ക് ചെയ്യുക. അപ്പം ഒരു ടോർക്ക് കിട്ടുമല്ലോ. അതിനെ T3 എന്ന് പറഞ്ഞെടുത്ത് മാറ്റി വെക്കുക. ഓക്കെ. എന്നിട്ട് ആ മൂന്നെണ്ണത്തിനെയും കൂടെ കൂട്ടുമ്പം T1, T2, T3 ഇത് മൂന്നെണ്ണത്തിനെയും കൂടെ കൂട്ടുമ്പം നമുക്കിതിൻ്റെ ടോട്ടൽ ടോർക്ക്, അതായത് 3 ഫോഴ്സും ഇരിക്കാൻ നേരത്ത് നമുക്കുള്ള ടോർക്ക് നമുക്ക് കിട്ടും. അങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിനെ കൂട്ടി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ടോർക്ക് കിട്ടും. പിന്നെ ഇതും ചെയ്യുമ്പോഴാണ് നമ്മൾ നോർമലി ചെയ്യുന്ന സ്റ്റെപ്പ് പോലെ ഇത് ഇത്രയും ചെയ്യണം, ഫ്രീ ബോഡി വരച്ച് അങ്ങനെ വരച്ച് മൊത്തം ചെയ്യണം. അതുപോലെ തന്നെയാണ് ഈ സൈഡും. ഒരു കാര്യം പറയാൻ വന്നത്, ടോർക്ക് തന്നിരിക്കുന്ന ലിങ്കിലെ ഫോഴ്സ് തരുമ്പം നമുക്ക് ഒന്നുമില്ല, ഡയറക്റ്റ് എടുത്ത് കൊടുത്ത് ചെയ്ത് ഇട്ടാൽ മാത്രം മതി. ഒരുപാട് സ്റ്റെപ്പോ ഒരുപാട് ചെയ്യാനോ ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ചെയ്യുമ്പം കുറച്ച് ടൈം എടുക്കും, ഇത് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും, ഇത് സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ പറയാം. അപ്പോൾ ആദ്യം നമ്മൾ സബ് പ്രോബ്ലം 1 എന്ന് എഴുതി. ഇതിനെ മാത്രമാണ് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നാണ് ഞാൻ തുടങ്ങി വരുന്നത്. ഒന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി വരിക. അപ്പം കൺസിഡറിങ് ഫോഴ്സ് F4 ഇതിനെ മാത്രം കൺസിഡർ ചെയ്തു. നെഗ്ലക്റ്റിംഗ് F2 ആൻഡ് F3 നെഗ്ലക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കണ്ടീഷൻ എഴുതിയിട്ട് ഫ്രീ ബോഡി ഡയഗ്രാം സാധാരണ നമ്മൾ വരയ്ക്കുന്ന പോലെ, ബേസിക് വരയ്ക്കുന്ന പോലെ വരയ്ക്കുക. മിനിമം കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ് അതിനെ ഞാനിത് റെഫറൻസ് പോലെ എടുത്തു. എന്നിട്ട് വെച്ച് കണ്ടുപിടിച്ച് ഫ്രീ ബോഡി ഡയഗ്രാം വെച്ചിട്ട് ഫോഴ്സിൻ്റെ മറ്റേത് രണ്ടെണ്ണത്തിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ചു. അത് വെച്ചിട്ട് വെക്ടർ ഡയഗ്രാം വരച്ച് ഒരെണ്ണത്തിൻ്റെ വാല്യൂ പറയാം. എന്നിട്ട് ബാക്കി രണ്ടെണ്ണത്തിൻ്റെ വാല്യൂവും കൂടെ സ്കെയിൽ ചെയ്ത് ഇൻറ്റു ചെയ്ത് കണ്ടുപിടിച്ചു. ഓക്കെ, അതൊന്നും ഡൗട്ടില്ല, അതൊക്കെ ഒരുപാട് തവണ പറഞ്ഞതാണ്. അതിനുശേഷം നമ്മൾ എന്തൊന്നും ചെയ്തു, ടോർക്കിൻ്റെ ലിങ്കിലേക്ക് പോയി. ടോർക്കിൻ്റെ ലിങ്ക് വരച്ചു, H മാർക്ക് ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് നമ്മളെന്തോന്ന് കണ്ടുപിടിച്ചു, കപ്പിളിൽ നിന്ന് ടോർക്ക് കണ്ടുപിടിച്ചു, ഡയറക്ഷനും എഴുതി. ഓക്കെ, അതിനകത്ത് ഡൗട്ടൊന്നുമില്ല. ഇനി അതിനുശേഷം എന്ത് ചെയ്തെന്ന് വെച്ചാൽ സബ് പ്രോബ്ലം 2 എടുത്തു. ഇപ്പം നിങ്ങളിപ്പോൾ വേറെ ഒരു പേജിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യേണ്ടി വരിക എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത്രയും നിങ്ങൾ ചെയ്തു. അതിനുശേഷം അടുത്ത് നിങ്ങൾ ചെയ്യാൻ നേരത്ത് ഈ ഒരു കോൺഫിഗറേഷൻ ഡയഗ്രാം അതേപടി എടുത്ത് വരയ്ക്കണം, എന്നാലേ നിങ്ങൾക്ക് അത് സ്കെയിൽ ചെയ്യാൻ എളുപ്പമുള്ളൂ. അപ്പം ഞാനിതിപ്പം ഒരു ലെങ്തി പേപ്പറാന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് വെച്ചാണ് വരച്ചത്. ശരി, ഇനിയിപ്പോൾ സബ് പ്രോബ്ലം 2 അതെന്തോന്നാണ്, കൺസിഡറിങ് F3നെ കൺസിഡർ ചെയ്യുന്നു. നെഗ്ലക്റ്റിംഗ് ഫോഴ്സ് F2ഉം F4ഉം ഇതിനെ രണ്ടെണ്ണത്തിന് നെഗ്ലക്റ്റ് ചെയ്തിട്ട് ഇത് മാത്രം ഉണ്ടെന്ന് വിചാരിക്കുന്നു എന്ന് കണ്ടീഷൻ എഴുതി. അതിനുശേഷം അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം അത് വരയ്ക്കാൻ നേരത്ത് ഈ സൈഡാണ് മിനിമം കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ്. 2 ഫോഴ്സേ വരുന്നുള്ളൂ, അപ്ലൈഡ് ഫോഴ്സ് ഒന്നും ഇല്ല. കാരണം ഇത് നമ്മൾ കണക്കി കൂട്ടുന്നില്ല. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ എടുത്ത് ആദ്യം വരച്ചു. അതിനുശേഷം നമ്മൾ ബാക്കി ചെയ്യുന്ന പോലെ തന്നെ മറ്റേതിനെ വെച്ചിട്ട് ഇത് വരച്ചു, വെക്ടർ ഡയഗ്രാം വരച്ചു. വെക്ടർ ഡയഗ്രാം വരച്ചതിന് ശേഷം സ്കെയിൽ ചെയ്ത് ഇൻറ്റു ചെയ്തപ്പോഴത്തേക്ക് ഇതിനകത്ത് വാല്യൂ കിട്ടി. തിരിച്ച് നമ്മൾ എന്തൊന്ന് ചെയ്തു, ടോർക്കിൻ്റെ ലിങ്കിലേക്ക് പോയി. ടോർക്കിൻ്റെ ഈ ലിങ്കിലേക്ക് പോയിട്ട് എന്ത് ചെയ്തു, നമ്മൾ കയറി ഇങ്ങനെ മാർക്ക് ചെയ്തു, അത് വരച്ചു. ഓക്കെ, ഡയറക്ഷൻ മാർക്ക് ചെയ്തു. ചെയ്യാൻ നേരത്തെ ടോർക്ക് കിട്ടി. അതിന് T2 എന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് മാറ്റി. ഇനിയിപ്പോൾ അടുത്ത് എന്തോന്നാണ്, ഇത് രണ്ടെണ്ണം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് രണ്ടെണ്ണം ഇല്ലയെന്ന് വിചാരിക്കുക. അതിന് അടുത്ത കണ്ടീഷൻ സബ് പ്രോബ്ലം 3 കൺസിഡറിങ് ഫോഴ്സ് F2 ആൻഡ് നെഗ്ലക്റ്റിംഗ് F3 ആൻഡ് F4. എന്നിട്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ, ടോർക്കിൻ്റെ ലിങ്കിൽ നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് തരുമ്പം അതിന് ഒരുപാട് സ്റ്റെപ്പൊന്നും ഇല്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഡയറക്റ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിനെ നമ്മൾ അളന്ന് വരച്ചു. എന്നിട്ട് റെഫറൻസ് ആയിട്ട് നമ്മളിവിടെ എടുത്തല്ലോ, അല്ല റെഫറൻസ് അല്ല, ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇല്ലേ അതിനെ തന്നെ എടുത്ത് ഇവിടെയും പാരൽ വരച്ചു. ഈ ഒരു ഫോഴ്സിൻ്റെ ഇതിനെ നമ്മൾ ആദ്യം അടുത്ത് മെഷർ ചെയ്ത് വരച്ചു. ഇതിനെ മെഷർ ചെയ്ത് വരച്ചു. അതിനുശേഷം ഇതിനെ തന്നെ എടുത്ത് പാരലിൽ ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് ഇടയ്ക്കുള്ള H F3 ടു അപ്പോൾ എത്രയാ, വെക്ടർ ഡയഗ്രാം ഒന്നുമില്ല. പക്ഷേ F3 എങ്ങനെയാണ് 88 ഡയറക്റ്റ് കൊടുത്തു. ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 88, അപ്പോൾ ഡയറക്റ്റ് 88 എന്ന് പറഞ്ഞ് തന്നെ കൊടുത്തു. അല്ലാതെ വെക്ടർ ഡയഗ്രാം വരച്ച് അങ്ങനെയൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്. ആദ്യം ഈ ഒരു ലിങ്കിനെ എടുത്ത് എങ്ങനെ വരച്ചു, AB എന്ന് പറഞ്ഞ ലിങ്ക്. ഇവിടെ ഇവർ തന്നിരിക്കുന്ന ഫോഴ്സ് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം. അപ്പോൾ അതിനെ എടുത്ത് ഞാൻ അങ്ങനെ വെച്ച് ഇവിടെയും പാരൽ വരച്ചതിന് ശേഷം ഇത് തമ്മിൽ പെർപെൻഡിക്കുലർ എടുത്തപ്പോൾ H കിട്ടി. പിന്നെ ഇവിടുത്തെ ഫോഴ്സ് താണ്ട് ഇവിടെ 88 ഉണ്ട്. അതിന് അങ്ങനെ ഞാൻ കൊടുത്തു. അതാ പറഞ്ഞത്, വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഈ ടോർക്കിൻ്റെ ലിങ്കിൽ ഫോഴ്സ് തരുമ്പോൾ വളരെ എളുപ്പമാണ്, ഡയറക്റ്റ് ചുമ്മാ എടുത്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും ഡയറക്ഷൻ ഇത് ഇങ്ങോട്ടാണെന്നറിയാം, ഇത് ഇങ്ങോട്ടാണെങ്കിൽ ഇത് ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ എന്തോന്നാണ്, ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ കപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ടോർക്ക് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ അതങ്ങനെ കിട്ടും. അങ്ങനെ ടോർക്ക് കിട്ടി. അപ്പോൾ എനിക്ക് T1, T2, T3 അറിയാം. അതാണ് എഴുതിയത്. ടോട്ടൽ ടോർക്ക് ഇസ് T1, T2, T3.
ഇനിയിപ്പോൾ ഞാൻ ക്ലോക്ക് വൈസിനല്ല പോസിറ്റീവ് എന്നും കൗണ്ടർ ക്ലോക്ക് വൈസിനല്ല മൈനസ് എന്നുമാണ് എടുക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? T1 എനിക്ക് കിട്ടിയത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിരുന്നു, മൈനസ് എന്ന് എടുത്തു. T2 കിട്ടിയത് കൗണ്ടർ ക്ലോക്ക് വൈസ് എന്നായിരുന്നു, മൈനസ് എന്ന് എടുത്തു. T3 കിട്ടിയത് ക്ലോക്ക് വൈസ് എന്നാണ്, പോസിറ്റീവ് എന്ന് എടുത്തു. അപ്പോൾ ഇത് ചെയ്യാൻ നേരത്തെ എനിക്ക് -2.27 ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ഈ 2.27 ന്യൂട്ടൺ മീറ്റർ അതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷനോ കൗണ്ടർ ക്ലോക്ക് വൈസ്, കാരണം ഞാനിവിടെ മൈനസ് കൗണ്ടർ ക്ലോക്ക് വൈസ് എടുത്തത്, അങ്ങനെ അതിന് കിട്ടും. അപ്പോൾ ടോട്ടൽ ടോർക്ക് എന്ന് പറയുന്നത് 2.27 ന്യൂട്ടൺ മീറ്റർ ആണ്. അതിൻ്റെ ഡയറക്ഷൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് എന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് എഴുതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. ഇതൊന്നും അങ്ങനെ ചോദിക്കത്തില്ല. ചില സമയത്ത് 14 മാർക്കിനും ചിലപ്പോൾ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. ചോദിച്ചാൽ സിമ്പിളാണ്, അറിഞ്ഞിരുന്നാൽ മതി. കാര്യം എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മതി. കാണുമ്പോൾ പേടി തോന്നും. പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് എന്തോന്നാണ്, സ്ലൈഡർ ക്രാങ്കിൻ്റെ ഒന്നിൽ കൂടുതൽ ഫോഴ്സ് വന്നാൽ. 4th മോഡ്യൂളിലെ ലാസ്റ്റ് ഡെമോ ക്വസ്റ്റ്യൻ, അതായത് സ്ലൈഡർ ക്രാങ്കിൽ ഒന്നിൽ കൂടുതൽ അപ്ലൈഡ് ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത്. നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കുക. കോൺഫിഗറേഷൻ ഡയഗ്രാം കറക്റ്റായിട്ട് വരച്ചതിന് ശേഷം സ്ലൈഡർ ക്രാങ്കിനെ വരച്ചതിന് ശേഷം ഫോഴ്സ് അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയതിന് ശേഷം എന്തോന്ന് എഴുതുക, 2 അപ്ലൈഡ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് അതിന് കിട്ടിയ ഉത്തരത്തിനെ വന്നിട്ട് കൂട്ടുക. അതായത് ഉത്തരം എന്ന് പറഞ്ഞാൽ ടോർക്ക്. അതിനെ കൂട്ടാൻ നേരത്ത് നമുക്ക് ഫൈനൽ ടോട്ടൽ ടോർക്ക് എന്ന് പറഞ്ഞ സാധനം കിട്ടും. അപ്പം നമ്മൾ എന്താ ചെയ്തു, സബ് പ്രോബ്ലം 1 എന്ന് എഴുതി. കൺസിഡറിങ് ഫോഴ്സ് എഫ്, ആദ്യം എഫിനെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് പീനെ നെഗ്ലക്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ടോർക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം നമ്മൾ എടുത്തപ്പം ഇതിനാണ് മിനിമം കൺസ്ട്രെയിൻറ്റ്, അത് എടുത്ത് റെഫറൻസ് പോലെ വരച്ചു. അതിനുശേഷം ബാക്കി ഇത് ഈ ഫോഴ്സ് വന്നിട്ട് നമ്മൾ കൊടുത്തു. F34 F14 ഇത് വന്നിട്ട് പെർപെൻഡിക്കുലർ ആണ്. അപ്പം അതിനുശേഷം വെക്ടർ ഡയഗ്രാം, ഫോഴ്സ് കിട്ടിയ വെക്ടർ ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ ബാക്കി 2 എണ്ണത്തിന് നമുക്ക് വാല്യൂസ് കിട്ടും. അത് ഇൻറ്റു സ്കെയിൽ ചെയ്ത് തന്നെ എഴുതുക. അതിനുശേഷം നമ്മൾ അപ്ലൈഡ് ഫോഴ്സും കണ്ടുപിടിച്ചതിന് ശേഷം തിരിച്ച് നമ്മൾ എന്തിലേക്ക് പോകും, ടോർക്കിൻ്റെ ലിങ്കിലേക്ക് പോകും. ടോർക്കിൻ്റെ ലിങ്ക് അത് നമ്മൾ മെഷർ ചെയ്ത് വരച്ചതിന് ശേഷം റെഫറൻസിനെ പാരലൽ കൊടുക്കുക. പാരലൽ കൊടുത്തു കഴിഞ്ഞിട്ട് പെർപെൻഡിക്കുലർ എടുത്ത് H എടുക്കുക. അതിനുശേഷം ഡയറക്ഷൻ നോക്കിയതിന് ശേഷം നമുക്ക് F×H ചെയ്യാൻ നേരത്ത് ടോർക്ക് കിട്ടും. അതുപോലെ തന്നെ സബ് പ്രോബ്ലം 2 എന്ന് പറഞ്ഞ് എഴുതുക. കൺസിഡറിങ് ഫോഴ്സ് P, നെഗ്ലക്റ്റിംഗ് F, അങ്ങനെ ചെയ്ത് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. അപ്പം മിനിമം കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ് ആയിട്ട് ഈ 4th ലിങ്ക് ആയിരിക്കും വരുന്നത്. 4th ലിങ്കിന് ഇങ്ങനെ വരയ്ക്കുക, OB എന്ന് പറഞ്ഞ് ഇങ്ങനെ വരയ്ക്കുക. അതിനുശേഷം ഇതിനെ AB-നെ കണക്റ്റിംഗ് റോഡിനെ എടുത്ത് വരച്ചിട്ട് ഇങ്ങനെ നമ്മൾ P ഇങ്ങനെ പാരലൽ ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് ലൈൻ ഓഫ് ആക്ഷൻ റെഫറൻസിന് ഇങ്ങനെ കൊടുത്തപ്പോൾ ഇത് മുട്ടി, ഇതും കൂടെ മുട്ടുന്നതാണ് പോയിന്റ് ഇവിടെ കിട്ടി. അപ്പോൾ അതിനെ വെച്ച് നമ്മൾ ഇതും കൂടെ വരച്ചതിന് ശേഷം ഫോഴ്സ് കിട്ടിയില്ല, അത് വെച്ച് വെക്ടർ ഡയഗ്രാം വരച്ച് ബാക്കി ഫോഴ്സസും കണ്ടുപിടിച്ചു. എന്നിട്ട് തിരിച്ച് നമ്മൾ ഏതിലേക്ക് വന്നു, തിരിച്ച് നമ്മൾ ടോർക്കിൻ്റെ ലിങ്കിലേക്ക് വന്നു. അതിലേക്ക് വന്നിട്ട് നമ്മൾ പാരലൽ എടുത്ത് വരച്ച്, ഏത് റെഫറൻസിനുള്ളത് എടുത്ത് പാരലൽ എടുത്ത് വരച്ച് 90 ഡിഗ്രി മാർക്ക് ചെയ്ത് H കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കപ്പിൾ കിട്ടും. അപ്പോൾ അങ്ങനെ ടോർക്ക് 2 നമ്മൾ കണ്ടുപിടിച്ചു, T2 കണ്ടുപിടിച്ചു. അതിനുശേഷം ടോട്ടൽ ടോർക്ക് എന്ന് എഴുതിയിട്ട് T1 + T2 കൊടുത്തു. അപ്പോൾ 2 എണ്ണത്തിൻ്റെയും ടോർക്ക് എടുത്തു. അതിൻ്റെ പോസിറ്റീവിനെ ക്ലോക്ക് വൈസ് എന്നും മൈനസിനെ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്നും എടുത്തു. എന്നിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അവസാനം കിട്ടിയ വാല്യൂ 115.95 ന്യൂട്ടൺ മീറ്റർ ആണ്. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞ് കിട്ടി. അതായത് പോസിറ്റീവ് ആയതുകൊണ്ട് ക്ലോക്ക് വൈസ്. അത്രേ ഉള്ളൂ ചോദ്യം. 4th മോഡ്യൂൾ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ 4th മോഡ്യൂൾ. മെയിനായിട്ടുള്ള ചോദ്യമാണ് ഈ ചോദ്യം. ഓക്കെ, മെയിനായിട്ടുള്ള ചോദ്യമാണ് ഈ ചോദ്യം. 6 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ 6 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ചോദ്യം അങ്ങനെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ മാക്സിമം അങ്ങനെ പഠിക്കുക. ഷുവറായിട്ട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. അതിനങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. ചെയ്യാനില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പോലും അങ്ങനെ വെച്ചുകൊണ്ട് പോയി അങ്ങനെ പോയി എഴുതുക. അപ്പം അതിന് മാർക്ക് കിട്ടും, സ്റ്റെപ്പിനാണെങ്കിലും മാർക്ക് കിട്ടും. പിന്നെ ഇതാണ് ഇതിൻ്റെ അകത്തൊരു സ്റ്റെപ്സായിട്ട് നമ്മൾ മൈൻഡിൽ വെച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, മിക്കപ്പോഴും എനിക്ക് പറ്റാതിരുന്നത് സമയം തികയാതെയാണ് ഇരുന്നത്. സമയം തികയത്തില്ല, ചിലപ്പോൾ ക്യാമും വെച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇത്തവണ എന്നാ പറയുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലായിടത്തും വർക്കൗട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് എക്സാമിന് മുന്നേ തന്നെ, അത് തലേ ദിവസം രാത്രിക്ക് ഇരുന്നൊരു പഴയ ക്വസ്റ്റ്യൻ പേപ്പറാന്നുള്ള രീതിയിൽ വിചാരിച്ചുകൊണ്ട് ഫുൾ കണക്ക് വരുന്ന ചെയ്ത് നോക്കി. അങ്ങനെയൊക്കെ ഒന്നൊരു വർക്കൗട്ടൊക്കെ ചെയ്തിട്ടാണ് പോയത്. ഒന്നുമില്ല, നമ്മൾ പഠിച്ചത് എന്താണോ അതിനെ നമ്മൾ സ്പീഡിൽ ചെയ്യാൻ പഠിച്ചാൽ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞല്ലോ, മൊത്തം 3 മണിക്കൂറാണ് ഉള്ളത്. മൊത്തം 3 ഹവേഴ്സാണ് ഉള്ളത്. ഈ 3 ഹവേഴ്സിൽ പാർട്ട് B എന്ന് പറയുന്നതിന് ഒരു മോഡ്യൂൾ ഹാഫ് ആൻ അവർ കൊണ്ട് എടുക്കുവാണെങ്കിൽ 5 മോഡ്യൂൾ എന്ന് പറയുമ്പോൾ 2.5 മണിക്കൂറായി. അതുകൊണ്ട് പാർട്ട് B തീർക്കുക. ഓക്കെ, എന്നിട്ട് ബാലൻസ് ഉള്ള അരമണിക്കൂറിനെ പാർട്ട് Aക്ക് വേണ്ടിയിട്ട് വല്ലതും യൂസ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു സ്കീമിൽ തന്നെ പോവുക. ഒരു സ്റ്റോപ്പ് വാച്ച് വല്ലതും കരുതിയിട്ടോ വല്ലതും കറക്റ്റായിട്ട് അത് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും എന്താണെന്ന് പറയുന്നത് നല്ലൊരു സ്കോർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ സബ്ജക്റ്റാണ്. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. വളരെ സിമ്പിളാണ്. എല്ലാം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പോയാൽ തന്നെ മതി.
ഷുവറായിട്ട് നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റും, ഒരു കോൺഫിഡൻസ് ഒക്കെ കാണും, സെറ്റാണ്. അത്രേ ഉള്ളൂ. ഈ പറയുന്ന കണക്കുകൾ, പിന്നെ ഈ പറയുന്ന പറയാൻ പോകുന്ന തിയറീസ്, പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തത്, ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിട്ടിട്ടോ എങ്ങനെയാണേലും ഒന്ന് കണ്ട് ഓരോരോ ടേണിംഗ് പോയിന്റ്, ഓരോരോ ചോദ്യത്തിൽ ഓരോരോ ടേണിംഗ് പോയിന്റ് ഇല്ലേ, ആ ടേണിംഗ് പോയിന്റ് നിങ്ങളൊന്ന് തലയ്ക്കകത്തൊന്ന് വെക്കുക. ഇന്ന കണക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്, ഇത് ഇന്നത് ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ സൈക്ലോയിഡൽ, മറ്റേ ആ ക്യാമിൻ്റെ വരയ്ക്കാൻ നേരത്ത് സൈക്ലോയിഡൽ വരയ്ക്കത്തില്ലേ, അപ്പം ഇവിടെ നമ്മൾ സർക്കിൾ വരയ്ക്കും, മണ്ടയ്ക്ക് സർക്കിൾ വരയ്ക്കും. അപ്പോൾ 1 2 3 എടുക്കുന്നത് എവിടെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ മറ്റേ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഉടനെ കത്തും. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ ടേണിംഗ് പോയിന്റ് പറഞ്ഞാണ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ നോക്കുക. ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല, ഒരു റിഗ്രറ്റ് ആണ് പറയാൻ വന്നത്. അതായത് ഞാൻ സെൽഫ് സ്റ്റഡി ഞാൻ പഠിച്ചത് പറഞ്ഞല്ലോ, സെൽഫ് സ്റ്റഡി ചെയ്താണ് പഠിച്ചത്. അപ്പം എനിക്ക് മോഡ്യൂൾ 4-നകത്ത് ഒരു പ്രശ്നമായിട്ട് തോന്നിയത്, എനിക്ക് ഈ ഡയറക്ഷൻ എടുക്കാൻ അറിയില്ല. അതായത് എല്ലാം കഴിഞ്ഞ് വെക്ടർ ഡയഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് കപ്പിളിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കത്തില്ലേ, അതെനിക്ക് അത്ര വലിയ പിടിയില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ കൂടുതൽ ഫോഴ്സ് ചെയ്തോ ഒന്നും ഈ കഴിഞ്ഞ 4 കണക്കിലും അങ്ങനെ പറയാതിരുന്നത്. ശരിക്കും ആ ഒരു എങ്ങനെയാണ് ഇങ്ങനെ ആ ഒരു ഇത് എനിക്ക് ഇപ്പോഴും ഒരു ഡൗട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു പോർഷൻ മാത്രം, ആ കപ്പിളിൻ്റെ എങ്ങനെയാണെങ്കിലും കപ്പിളിൻ്റെ ഡയറക്ഷൻ ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ടോർക്ക്. ഓക്കെ, അതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ കപ്പിളിൻ്റെ ഡയറക്ഷൻ നമ്മൾ അവസാനം ഈ ഫൈനലൈസ് ചെയ്ത് നമ്മളിങ്ങനെ തീരുമാനിക്കൂലേ ഇത്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു ഡൗട്ടിനെ നിങ്ങൾ സാർമാരോട് ആരോടെങ്കിലും വെച്ച് ചോദിച്ച് അത് സെറ്റാക്കി ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ചോളുക. വേറൊരു കാര്യം, ഞാൻ പിന്നെ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയ കാര്യം, ചിലപ്പോൾ ഞാൻ ആ മനസ്സിലാക്കിയത് തെറ്റായിരിക്കാം, ചിലപ്പോൾ ശരിയായിരിക്കാം, എനിക്കത് അറിയില്ല. കൂടുതലായിട്ട് ഞാൻ ആരോടും ചോദിച്ചുമില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഫോഴ്സ് എന്ന് പറയുന്ന സംഭവം ഇത് ഈ പോയിന്റിലേക്ക് ടുവേർഡ്സ് അല്ലേ ആക്ട് ചെയ്യുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ അകത്തെ കപ്പിൾ ശ്രദ്ധിച്ചായിരുന്നോ, ഇത് വന്നിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് വരും, അപ്പോൾ ടോർക്ക് എന്ന് പറയുന്ന സാധനം ക്ലോക്ക് വൈസ് വരും. ഓക്കെ, അതുപോലെ ഇത് കണ്ടായിരുന്നു, ഇതിൻ്റെ അകത്തും ടുവേർഡ്സ് ദ പോയിന്റാണ് ആക്ട് ചെയ്യുന്നത് ഫോഴ്സ്. അപ്പം കപ്പിൾ വന്നിട്ട് കൗണ്ടർ ക്ലോക്ക് വൈസ് വരും, ടോർക്ക് വന്നിട്ട് ക്ലോക്ക് വൈസ് വരും. അപ്പം ആ ഒരു രീതിയിലാണ് ഇത് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ അകത്ത് 4 ബാറിൻ്റെ ഈ മൾട്ടിപ്പിൾ അപ്ലൈഡ് ഫോഴ്സ് വരാൻ നേരത്ത് ഇതെല്ലാം ഇപ്പം ഇതിൽ നിന്ന് ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ നീട്ടി വരച്ചോന്നിരിക്കട്ടെ, ഇതിൻ്റെ ഡയറക്ഷൻ ഔട്ട്വേർഡ്സ് ദ പോയിന്റ് അല്ലേ, ഈ പുറത്തേക്ക് നോക്കുവാണെങ്കിൽ ഔട്ട്വേർഡ്സ് ദ പോയിന്റ് അല്ലേ. അപ്പം ഇത് എനിക്ക് കപ്പിള് ക്ലോക്ക് വൈസ് കിട്ടി, ടോർക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് കിട്ടി. അതുപോലെ തന്നെ ഇതും പുറത്തേക്ക് പോകുന്ന രീതിയിലല്ലേ. അപ്പം എനിക്ക് ഇതിൻ്റെ ടോർക്ക് കപ്പിള് ക്ലോക്ക് വൈസ് കിട്ടി, ടോർക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് കിട്ടി. അപ്പോൾ ഇത് രണ്ടെണ്ണം എനിക്ക് ആൻറ്റി ക്ലോക്ക് വൈസാണ് കിട്ടി. ഈ കണക്ക് നിങ്ങൾ ചെയ്യാൻ നേരത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ ഇതെന്ന് പറയുമ്പം ഇതും ഔട്ട്വേർഡ്സ് ആണ്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് രണ്ടും ചെയ്യുന്ന പോലെയല്ല ഇത്. കാരണം എന്താ, ഇത് ടോർക്കിൻ്റെ ആ ലിങ്കിൽ തന്നെയാണ് ഫോഴ്സ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ കൊടുത്തു, പാരലൽ വരച്ചു, ഈ F2 തന്നിരിക്കുന്ന വാല്യൂവിനെ തന്നെ എടുത്തിട്ട് കൊടുത്തു, ചെയ്തു. അത് നിങ്ങൾ ആ കണക്ക് നോക്കുമ്പോൾ ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും. അപ്പം പിന്നെ ഇതെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ടുവേർഡ്സ് ദ പോയിന്റ്, അതായത് നമ്മൾ ആദ്യമൊക്കെ പഠിച്ചതുപോലെ. അതുകൊണ്ടാണ് ഞാൻ കപ്പിളിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് എടുത്ത് ടോർക്ക് ക്ലോക്ക് വൈസ് ആയിട്ട്. അപ്പം ഒരു കാര്യം കൂടെ, ഇപ്പം എന്തെങ്കിലും ഈ ഒരു ഡയറക്ഷൻ എടുക്കുന്നതിൽ ഞാൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. പക്ഷേ എനിവേ പഠിപ്പിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചെയ്ത് കാണിച്ചതെല്ലാം കംപ്ലീറ്റ്ലി കറക്റ്റാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കൊള്ളുക, ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, താങ്ക് യു.